മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ആദ്യത്തെ പുലാത്തീനാണ് ഈ നിൽക്കുന്ന ഹെറിറ്റേജ് ഹോം. ഇവിടെ 1919 തീത്തൂസ് രണ്ടാമൻ തിരുമേനി, ഈ തിരുമേനിയാണ് ഇത് സ്ഥാപിച്ചത്. ഇദ്ദേഹത്തിന്റെ കാലം മുതൽ ഇവിടെ ഇദ്ദേഹം താമസിക്കാൻ തുടങ്ങി. അതിനുശേഷം എബ്രഹാം മാർത്തോമ, പിന്നീട് യൂഹാനോൻ തിരുമേനി താമസിച്ചിരുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ മാത്യൂസ് മാർ അഥനേഷ്യസ് തിരുമേനിയും തോമസ് മാർ അഥനേഷ്യസ് തിരുമേനിയും ടൈറ്റസ് തിരുമേനിയും സ്വന്തം വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് ഭരണകാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നത്. പിൽക്കാലത്ത് 1919 ഇത് സ്ഥാപിച്ചതിന് ശേഷം സഭയുടെ ഏറ്റവും വലിയ മീറ്റിങ്ങുകൾ, പ്രത്യേകിച്ച് സഭാ കൗൺസിൽ മീറ്റിങ്ങുകൾ ഇവിടെ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് സഭാ കൗൺസിൽ ചേംബർ എന്ന് പറയുന്നത്. പിന്നീട് യൂഹാനോൻ തിരുമേനിയുടെ കാലഘട്ടത്തിൽ, അതിനു മുമ്പ് എബ്രഹാം മാർത്തോമാ തിരുമേനി താമസിച്ചിരുന്നു. എബ്രഹാം മാർത്തോമാ തിരുമേനിക്ക് ശേഷം യൂഹാനോൻ തിരുമേനി ഇവിടെ താമസിച്ചിരുന്നു. യൂഹാനോൻ തിരുമേനിയുടെ കാലത്താണ് പുതിയ വാർത്ത കെട്ടിടം പണിത് പുലാത്തി അങ്ങോട്ട് മാറ്റുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ദർശനം കൊണ്ട് പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് പിൽക്കാലത്ത് ഭൂഭവന പ്രസ്ഥാനമായിട്ട് മാറുകയുണ്ടായി. അടിയന്തരാവസ്ഥയ്ക്കെതിരെ സംസാരിച്ച ഒരു വ്യക്തിത്വമായിരുന്നു സാമൂഹ്യ നീതി പ്രവാചകനായിരുന്ന യൂഹാനോൻ തിരുമേനി. ഇത് ഇവിടെ ഈ മ്യൂസിയത്തിൽ ഇപ്പോൾ നമ്മൾ കുറെ സാധനങ്ങൾ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ മാരാമൺ വീട്ടിൽ നിന്ന് കോഴഞ്ചേരി പള്ളിയിലേക്കും അതോടൊപ്പം മാരാമൺ പള്ളിയിലേക്കും പോകാനായിട്ട് ഉപയോഗിച്ചതാണ്. Kali
ശരീരം ധരിക്കുകയും യോഹന്നാനോട് മാമോദീസ കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവ് യേശു മശിഹായേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ബലഹീനനും പാപിയുമായ ദാസൻ ഞാൻ, നിങ്ങളുടെ പ്രാർത്ഥനയാൽ എനിക്ക് കൃപയും സഹായം ലഭിപ്പാൻ നിങ്ങൾ സന്തോഷിച്ച് സമാധാനത്താലെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. സഭയുടെ പഠന പരിപോഷണ വിഭാഗമായ ആനിമേഷൻ സെൻ്ററിൽ കഴിഞ്ഞ 3 വർഷം ഏറ്റവും സ്തുത്യർഹമായിട്ടുള്ള സേവനം അനുഷ്ഠിക്കുകയും ഇടവക തലങ്ങളിലും സ്ഥാപനങ്ങളിലും പ്രത്യേകിച്ച് സമൂഹത്തിൻ്റെ എക്യൂമെനിക്കൽ മേഖലകളിലും ഏറ്റവും നല്ല ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ ജോസ് പെനമടവച്ചന് സഭയുടെ എല്ലാ ആശംസകളും ഈ സമയത്ത് അറിയിക്കുന്നു. ഇതിനോടകം അച്ഛൻ ഉപരിപഠനം പൂർത്തിയാക്കി ഡോക്ടറൽ ബിരുദം നേടിയെന്നുള്ളത് സഭയെ സംബന്ധിച്ച് അഭിമാനം. അച്ഛൻ ഒരു കലാകാരൻ ആണ് എന്നെല്ലാവർക്കും അറിയാം. അച്ഛൻ കാണുന്നതൊക്കെ മനസ്സിൽ ഗ്രഹിച്ചതിന് ശേഷം വരയിലൂടെ ചില ആളുകൾ നേരിട്ട് പറയും അച്ഛൻ എന്നാൽ വരച്ച് അത് ആവിഷ്കരിക്കാനുള്ള ഒരു പ്രത്യേക ഒരു താലന്ത് ദൈവത്തിലാക്കി നൽകി. ഞാനിങ്ങനെ ചിന്തിച്ചു, അച്ഛനെ വൈദികനല്ലായിരുന്നെങ്കിൽ ആരാഗമായിരുന്നു. അച്ഛൻ തീർച്ചയായിട്ടും നമ്മുടെ കലാമണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ ഏറ്റവും ഒരു അഗ്രഗണ്യനായ ആളായി തീർന്നതിനെ നമ്മുടെ കലാമണ്ഡലം പോയി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അച്ഛനെ ആ രീതിയിൽ അറിയുന്നത് കലാമണ്ഡലം ജോസ് എന്നൊക്കെയുള്ള രീതിയിൽ അറിയപ്പെടുന്ന ഒരാളാണ്. നന്ദന സഭ ഒരു ചെറിയ സഭയായതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് അത്രയും വളരാനായിട്ട് സാധിച്ചിട്ടെങ്കിലും അച്ഛനെ ആക്കിയ ഇടങ്ങളിലെല്ലാം സാധാരണ പട്ടക്കാരിൽ നിന്ന് വ്യത്യസ്തമായി അച്ഛൻ്റെ ഒരു ശുശ്രൂഷ ആവിഷ്കരിക്കുന്നതിന് അച്ഛൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അച്ഛൻ ഇടവക ശുശ്രൂഷകളോടൊപ്പം തന്നെ പ്ലസിൽ ഒരു നല്ല കാലഘട്ടത്തിൽ അച്ഛന് ശുശ്രൂഷ നേതൃത്വം നൽകി. അതിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് ഞാൻ പോയത്. എനിക്ക് അച്ഛൻ്റെ പിന്നാലെ പോയി തുടരുന്നതിനൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല. കാരണം ഏറ്റവും കാര്യങ്ങൾ അവിടെ എല്ലാം അച്ഛനെ പിന്നീട് ഒരു ഫോൺ ചെയ്ത് ചോദിക്കേണ്ട കാര്യം പോലില്ല. അതുപോലെ സിസ്റ്റമാറ്റിക്കായിട്ട് എഴുതി അത് വിവിധ കളറുകളിൽ എഴുതി അച്ഛൻ എഴുതുന്ന ഏത് പേപ്പറിലും ജോസഫിനോട് അച്ഛൻ എന്നുള്ള പേരും ഒപ്പും. കാരണം ഞാൻ അതിനെ ഓൺ ചെയ്യുന്നു എന്നുള്ള രീതി കൃത്യമായ രീതിയിൽ ആണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ആനിമേഷൻ സെൻ്ററിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അച്ഛൻ സഭയ്ക്ക് വേണ്ടി നിർവഹിച്ചുകൊണ്ടിരുന്നു. ഇന്നലെ കൈമാറ്റം നടക്കുമായിരുന്നു. ഏറെ മണിക്കൂറിൽ നീണ്ട കൈമാറ്റ ശുശ്രൂഷയാണുള്ളത് നടന്നത്. കാരണം നമ്മൾക്ക് ഫയലുകളെല്ലാം കണ്ട് ഫയലിരിക്കുക അത്രമാത്രം ചിട്ടയോടുകൂടെ ആ കാര്യങ്ങളെല്ലാം
ചെയ്യാനായിട്ടൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ ശുശ്രൂഷകളൊക്കെ ഏറ്റവും സന്തോഷകരമായിട്ട് പല ആളുകളും ചോദിക്കുക ഈ ആനിമേഷൻ സെൻ്ററിൽ എന്താണ് പ്രവർത്തനം, എന്താണ് അച്ഛൻ ചെയ്യുന്നത്. ഞാനിവിടെ വന്നതിന് ശേഷം ഇങ്ങനെ അച്ഛനെ ശ്രദ്ധിക്കും. എന്നേക്കാൾ മുമ്പേ ഓഫീസിൽ പോകുന്നത് അച്ഛനാണ്. ചിലപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞിട്ടാണ് അച്ഛൻ വരും. ഞാനിങ്ങനെ പോകുമ്പോഴിങ്ങനെ കിടത്തോട്ട് നോക്കാറുണ്ട്. അച്ഛൻ അവിടെ ഉണ്ട്. പുതിയൊക്കെ കിട്ടിയാണ് അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അവിടെ നിന്ന് വരെ വരുമ്പോൾ ഉച്ചയ്ക്ക് വീട്ടിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ ജോലികൾക്ക് ഒരു തടസ്സം ഉണ്ടായതെന്നുള്ള രീതിയിൽ പുതിയൊക്കെ കട്ടിലുകളുണ്ടോ ഞാൻ നോക്കിയിട്ടില്ല. എന്നാൽ അത്ര ചിട്ടയോടുകൂടിയാണ്. അപ്പോൾ അച്ഛനെ സമയങ്ങൾ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുകയും പഠിക്കുകയും ചുരുങ്ങിയ കാലഘട്ടത്തിലൊക്കെ സെമിനാരിയിൽ അധ്യാപകനായി ശുശ്രൂഷ അനുഷ്ഠിക്കുകയും ചെയ്തു. സഭ നൽകിയ എല്ലാ അവസരങ്ങളും ഏറ്റവും അധികം സന്തോഷത്തോടും ചാരിതാർത്ഥത്തോടും അഭിമാനത്തോടും അച്ഛനെ ശുശ്രൂഷകൾ നിർവഹിച്ചു. തുടർന്ന് അച്ഛൻ ഇവിടെ നിന്ന് അണ്ണവട്ടം ഇടവകയിലേക്കാണ് പോകുന്നത്. ഇവിടേക്ക് അടുത്ത് തന്നെയുണ്ട്. സഭയുടെ പൊതുവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ അച്ഛൻ്റെ ശുശ്രൂഷ തീർച്ചയായിട്ടും ലഭിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പേരിൽ അച്ഛനെ എല്ലാ യാത്രാമംഗളങ്ങളും സമയത്ത് അറിയിക്കുന്നു. എല്ലാ നമ്മളോടും അറിയിക്കുന്നു. പ്രിയപ്പെട്ട പുഷ്പക്കപ്പനെയും ജോസഫിനോട് അച്ഛനും ഇന്നും ഇന്നലെയല്ല കാണാൻ തുടങ്ങിയത്. എന്ന് തൊട്ടാണെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ അവർ മറ്റുള്ളവർക്ക് അസൂയ ജനിപ്പിക്കത്തക്ക രീതിയിൽ അത്ര കൃത്യമായ ഒരു ഭാര്യാഭർത്തൃ ബന്ധം ഒരു സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് മോന് ഇവിടെയില്ല. മോളം ഗീത വളരെ സജീവമായിട്ട് കൂടെയുണ്ട്. പഠനമൊക്കെ കഴിഞ്ഞു നല്ല ജോലിയൊക്കെ ലഭിക്കട്ടെ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ നാളുകളൊക്കെ അതിനെ കൊച്ചുകൊച്ചാരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നു. എന്നാൽ അതിനെല്ലാം പഠനം ചെയ്യുവാൻ ദൈവം അതിന് തുറ നൽകി ജീവിതമായി ആരോഗ്യമൊക്കെ നൽകി കുടുംബമായി അയ്യോ every reaction there is an equal and opposite reaction. നമ്മുടെ സൈമനച്ഛന് ഇന്നലെ വിവാഹ വാർഷികമാണ്. രാത്രി 8:30-ക്കാണ് ഞങ്ങൾ അറിയുന്നത്. അവിടെ ഒരുപാട് ജനങ്ങളുണ്ട്. ആദ്യത്തെ ബാച്ച്, പിന്നെ രണ്ടാമത്തെ ബാച്ച്, മൂന്നാമത്തെ ബാച്ച് എന്നൊക്കെ പറയും. അപ്പൊ രാത്രിയിൽ ഒന്നും കുളിക്കാൻ പറ്റില്ല. ഇത് വില്യം ഷേക്സ്പിയറിന്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ച മനോഹരമായ ഒരു അദ്ദേഹത്തിന്റെ എന്താ പറയുക പാത്രം, വൈഫിന്റെ പേര് അവിടെ നിന്ന് വാങ്ങിച്ചാണ് അച്ഛന് തിരുമേനി കൊടുത്തത്. ഇത് ഫ്രൈ ചെയ്ത് തരാമേ. Yeah.